الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشع لم يكن ولا حول ولا قوة ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, വേദിയിൽ സന്നിധരായ എല്ലാവരായ നാട്ടുകാരെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അല്ലാഹു ഇതുപോലെ നാളെ അവന്റെ ആഖിറത്തിലും ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാനാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ചില രംഗങ്ങൾ നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ ഹബീബുന റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷത്തുൽ ഖുബ്ര റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, വല്ലാതെ തലവേദനയെടുക്കുന്നു റസൂലേ, വല്ലാതെ തലവേദനയെടുക്കുന്നു പറഞ്ഞുകൊണ്ട് ആയിഷത്തുൽ ഖുബ്ര റളിയല്ലാഹു അൻഹയെ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ആയിഷ, നീ എങ്ങാനും ഈ തലവേദന കാരണം മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ മയ്യത്തിന് ഞാൻ കഫംപുടവ ധരിപ്പിക്കും, നിന്റെ മയ്യത്തിന് വേണ്ടി ഞാൻ എന്റെ കൈകാലം കൊണ്ട് വെറുക്കുന്നതാണ്, നിന്റെ മയ്യത്ത് ഞാൻ കബറിലേക്ക് ഇറക്കി വെക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ സഹിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അങ്ങനെ വേണ്ട റസൂലേ, അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷത്തുൽ ഖുബ്ര റളിയല്ലാഹു അൻഹ പറഞ്ഞുകൊണ്ട് മാറുകയാണ്. റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ പ്രിയതമയുടെ മനസ്സറിയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, യാ ആയിഷ, എനിക്കും വല്ലാതെ തലവേദനയാകുന്നു ആയിഷ, എനിക്കും വല്ലാതെ തലവേദനയെടുക്കുന്നുണ്ട് ആയിഷ, ഈ തലവേദന കാരണം എങ്ങാനും ഞാൻ മരണപ്പെട്ടാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും ആയിഷ, നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ആയിഷത്തുൽ ഖുബ്ര റളിയല്ലാഹു അൻഹ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായുവിനെ പൊത്തിപ്പിടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ വായുവിനെ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, റസൂലേ, അങ്ങനെ തമാശക്കാണെങ്കിലും തമാശയാണെങ്കിലും അങ്ങനെ പറയരുത് റസൂലേ, അത് ഈ ആയിഷയ്ക്ക് താങ്ങാൻ കഴിയുന്നതല്ല, ഈ ആയിഷയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് ആയിഷത്തുൽ ഖുബ്ര റളിയല്ലാഹു അൻഹ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ വഫാത്തിന്റെ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ കൊടുത്തു തുടങ്ങുകയാണ്. ഒരിക്കലതാ ബിലാൽ ഇബ്നു റബ്ബാഹ് റളിയല്ലാഹു അൻഹു മസ്ജിദുൽ നബവിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഇഖാമത്തിന്റെ സമയമായപ്പോൾ റസൂലിനെ ജമാഅത്തിന് വേണ്ടി ക്ഷണിക്കാൻ വന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമത്തിന് നിൽക്കാൻ വേണ്ടി ക്ഷണിക്കാൻ വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തങ്ങൾ രോഗബാധിതരായി കിടക്കുന്നതാ. അങ്ങനെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിലാൽ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് റസൂലേ, അങ്ങ് ഇമാമത്തിന് വേണ്ടി വരണം റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ ബിലാൽ, ഞാൻ വല്ലാത്ത ക്ഷീണിതനാണ്, എനിക്ക് രോഗബാധിതനാണ് ഞാൻ, അതുകൊണ്ട് നീ അബൂബക്കർ സിദ്ദീഖിനോട് ഇമാം നിൽക്കാൻ പറ. നീ സിദ്ദീഖ് അൽ-അക്ബറിനോട് ഇമാം നിൽക്കാൻ പറയാ ബിലാൽ. ഇത് കേട്ട ബിലാൽ ഇബ്നു റബ്ബാഹ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മസ്ജിദുൽ നബവിയിലേക്ക് നടന്നു നീങ്ങുമ്പോ മസ്ജിദുൽ നബവിയിൽ അസ്ഹാബത്തുൽ കിറാം റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുന്ന സ്വഹാബത്തെ കാണുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്ന രംഗമാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, എന്താണ് ബിലാൽ നിനക്ക് സംഭവിച്ചത്, എന്തിനാണ് ബിലാൽ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായിട്ടുണ്ട്, റസൂലിന് ഇമാമത്ത് നിൽക്കാൻ വരാൻ സാധ്യമല്ല. ഇത് കേട്ട സ്വഹാബത്തുൽ കിറാം പൊട്ടിക്കരയാൻ തുടങ്ങി. മസ്ജിദുൽ നബവിയിൽ ധരിച്ചിട്ടുണ്ടായത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോ ആയിഷ ബീവിയോട് ചോദിച്ചു, യാ ആയിഷ, എന്താണ് വല്ലാത്ത ശബ്ദം കേൾക്കുന്നത്, ആയിഷ എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ജമാഅത്തിന് പോകാത്തത് കാരണമായിട്ട് അസ്ഹാബത്തുൽ കിറാം കരയുന്നതാണ് റസൂലേ. അങ്ങ് ജമാഅത്തിന് പോകാത്തത് കാരണം സ്വഹാബത്തുൽ കിറാം കരയുന്നതാണ് റസൂലേ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കരങ്ങൾ ഉയർത്തി അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് ജമാഅത്തിന് പോകാനുള്ള ആരോഗ്യം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം അല്പമായി കുറഞ്ഞു വരാൻ തുടങ്ങി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റൊരു സഹാബിയുടെയും തോളിൽ ഇങ്ങനെ കൈയിട്ടുകൊണ്ട് മസ്ജിദുൽ നബവിയിലേക്ക് നീങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടക്കാൻ കഴിയാത്തത് കാരണമായിട്ട് റസൂലുള്ളാഹിയുടെ കാലുകൾ നിലത്തിലൂടെ ഇഴച്ചുകൊണ്ടാണ് മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ അധികരിപ്പിക്കുന്നത്. ഇങ്ങനെയാ റസൂൽ മുഹമ്മദ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിൽ കയറാൻ കഴിയാതെ ആ മിമ്പറിന്റെ ചാരത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് സഹാബത്തുൽ കിറാമിന് ഉപദേശം നൽകുകയാണ്. സഹാബത്തുൽ കിറാമിനോട് ചോദിക്കുകയാണ്, യാ സഹാബ, ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് വല്ലതും നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഇന്നേവരെ ലോകത്ത് കളവ് പറയാത്ത, കാപട്യം ചെയ്യാത്ത ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ച സമയത്ത് സ്വഹാബത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞങ്ങൾ എന്തിനാണ് പൊരുത്തപ്പെടുന്നത് റസൂലേ, അങ്ങ് ഞങ്ങളോട് എന്താണ് ചെയ്തത് റസൂലേ എന്ന് ചോദിച്ച് കരയുകയാണ്. ഇങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ മുഅല്ലയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കുടുംബക്കാരോടെല്ലാം സലാം പറഞ്ഞു പിരിയുകയാണ്. പിന്നീട് മസ്ജിദുൽ നബവിയിൽ വന്ന് അസ്ഹാബത്തുൽ കിറാമിനോടെല്ലാം സലാം പറഞ്ഞു പിന്നെയും മടങ്ങുകയാണ്. ആയിഷത്തുൽ ഖുബറയുടെ വീട്ടിലേക്ക് റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് തിരിച്ചെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും രോഗബാധിതനാവുകയും കിടപ്പിലാവുകയും ചെയ്യുകയാണ്. പോളാണ് പൊന്നാര മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണാൻ വരുന്നത്. ഉപ്പാനെ കാണാൻ വരികയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉപ്പാനെ കണ്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഉപ്പാന്റെ കിടത്തം കണ്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ അതാ റസൂൽ മുഹമ്മദ് മുസ്തഫ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബീവിയെ പരിശോധിക്കുന്ന സമയത്താണ് വാതിൽക്കൽ ഒരു സലാം കേൾക്കുന്നത്. അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറയുകയാണ്, ഉപ്പാക്ക് തീരെ സുഖമില്ല, ഉപ്പ കിടപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മടക്കി വിടുകയാണ്. പിന്നെയും സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീവി പിന്നെയും പറഞ്ഞു, ഉപ്പാക്ക് തീരെ സുഖമില്ല, നിങ്ങൾ അല്പസമയം കഴിഞ്ഞ് വരണേ. പിന്നെയും സലാം കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് തൗബ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നാരമോളോട് പറഞ്ഞു, യാ ഫാത്തിമ, യാ കഥകൊന്ന് തുറക്കു ഫാത്തിമ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കഥക് തുറക്കുന്ന സമയത്ത് ഒരു യുവ പുരുഷൻ വീട്ടിലേക്ക് കയറി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് ഫാത്തിമ ബീവിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇട്ടലോടെ ഫാത്തിമ ബീവി അത് കേൾക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, യാ അസ്റായീൽ, എന്തിനാണ് വന്നത്? രോഗസന്ദർശനം നടത്താൻ വന്നതാണോ? അപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, സമ്മതമുണ്ടെങ്കിൽ അങ്ങയുടെ റൂഹ് പിടിക്കാനും അല്ലെങ്കിൽ രോഗസന്ദർശനം നടത്തി തിരിച്ചു വരാനുമാ. അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, അങ്ങയുടെ റൂഹ് പിടിക്കാൻ സമ്മതമുണ്ടെങ്കിൽ അങ്ങയുടെ റൂഹ് പിടിക്കാനും ഇല്ലെങ്കിൽ മടങ്ങി രോഗസന്ദർശനം നടത്തിക്കൊണ്ട് മടങ്ങി വരാനുമാണ് അല്ലാഹുവിന്റെ കൽപ്പന. അപ്പോൾ അതാ അഷ്റഫുൽ ഖൽഖ് തൗബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുക്കുകയാ. അതിനു മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അസ്റായീൽ, ജിബ്രീൽ ഒന്ന് കാണണം അസ്റായീലെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതാ ഇറങ്ങി വരുന്നു മുഖറബിൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീലെ കാണാൻ വരാത്തത്? എന്താണ് ജിബ്രീലെ നീ രോഗസന്ദർശനം നടത്താൻ വരാത്തതെന്ന് ചോദിച്ചപ്പോ മുഖറബിൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലേ, അങ്ങയുടെ ഈ കിടത്തം കാണാൻ കഴിയാത്തത് കൊണ്ടാ, അങ്ങയുടെ ഈ കിടപ്പ് കാണാൻ നീ മനസ്സിൽ കഴിയാത്തത് കൊണ്ടാ വരാതിരുന്നതെന്ന് പറയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കാലിൽ നിന്നും അണ്ണാവരിൽ നിന്നും അതാ റൂഹ് പിടിച്ചു തുടങ്ങുകയാ. റസൂലുള്ളാഹി വല്ലാതെ വേദനയെടുക്കാൻ തുടങ്ങിയപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ എന്ന് ചോദിച്ചപ്പോ അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇതിലും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്ക് അറിയൂല റസൂലേ, ഇതിലും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്ക് അറിയൂല യാ റസൂലല്ലാഹ്. അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് ഒരു വെണ്ണയിൽ നിന്ന് എങ്ങനെയാണോ നൂലെടുത്തു മാറ്റുന്നത് അതുപോലെയാ. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് ഞാൻ പിടിക്കുന്നത് ഒരു മുൾച്ചെടിയിൽ കുടുങ്ങിയ ഒരു ചാക്ക് ഞാൻ എങ്ങനെ വലിച്ചെടുക്കുവോ അതുപോലെയാണ് അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് ഞാൻ പിടിക്കുന്നതെന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അസ്റായീൽ, എന്റെ ഉമ്മത്തിന്റെ വേദന എനിക്ക് തന്നോളൂ, എന്റെ വേദന, എന്റെ റൂഹ് പിടിക്കുന്ന വേദന അത് എന്റെ ഉമ്മത്തിന് കൊടുത്താലും സാരമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീകളിലും മുഹബ്ബീകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തിമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദുആ. അസ്സലാമു അലൈക്കും.